നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് ഓരോ സെക്കൻഡിലും ഒരു ഹൈസ്പീഡ് ഗെയിം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതെ, മെമ്മറി അലോക്കേഷൻ. സംഭവം നമ്മളെല്ലാവരും കളിക്കുന്ന ടെട്രിസ് ഗെയിം പോലെ ഒരു കളിയാണ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഈ കളിയിൽ തോറ്റാൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ചിലപ്പം പണിമുടക്കിയേക്കാം. അപ്പോൾ എന്താണ് ഈ ഡിജിറ്റൽ ടെട്രിസ് ഗെയിം എന്ന് നമുക്ക് നോക്കാം, അല്ലേ? ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ മെമ്മറിയല്ലേ അത് നമ്മുടെ ടെട്രിസ് ഗെയിം ബോർഡാണ്. ഇനി നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന ഓരോ പ്രോഗ്രാമും ആ ഗെയിമിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന ഓരോരോ ഷേപ്പിലുള്ള ബ്ലോക്കുകളാണെന്നും കൂട്ടിക്കോ. അപ്പോൾ എന്താ കളി? ഈ വരുന്ന ബ്ലോക്കുകളെ, അതായത് പ്രോഗ്രാമുകളെ, ആ ബോർഡിൽ ഒരു ഗ്യാപ്പുമില്ലാതെ കൃത്യമായി ഫിറ്റ് ചെയ്ത് വെക്കണം. അതാണ് ചലഞ്ച്. അപ്പോൾ ആരാണ് ഈ ഗെയിം കളിക്കുന്നതെന്നല്ലേ? അത് മറ്റാരുമല്ല, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ തലച്ചോറായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ OS ആണ്. OSന്റെ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ: പുതുതായി വരുന്ന ഓരോ പ്രോഗ്രാം ബ്ലോക്കിനെയും മെമ്മറിയിലുള്ള ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ, നമ്മളതിനെ ഹോൾസ് എന്ന് പറയും, അവിടെ ഏറ്റവും കാര്യക്ഷമമായിട്ട് കൊണ്ടുപോയി വെക്കണം. പക്ഷേ ഈ കളിയിൽ ഒരു വലിയ വില്ലനുണ്ട്. അതിന്റെ പേരാണ് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ. ഇതിന് ശരിക്കും ഒരു ഗെയിം ഓവർ സിറ്റുവേഷൻ എന്ന് തന്നെ പറയാം. അതെന്താണെന്നറിയോ? ഒരു പുതിയ പ്രോഗ്രാം വരുന്നു, അതിനിരിക്കാൻ ആവശ്യത്തിന് മെമ്മറി കമ്പ്യൂട്ടറിൽ മൊത്തത്തിൽ നോക്കിയാൽ ഉണ്ട്. പക്ഷേ ആ മെമ്മറിയെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളായി പലയിടത്തായി ചിതറിക്കിടക്കുക. നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ, എന്തിനാ എൻ്റെ കമ്പ്യൂട്ടർ ഇത്ര സ്ലോ ആവുന്നേ, ഞാൻ അധികമൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ലല്ലോ എന്ന്? ആഹാ, ഇതാണ് കാരണം. സ്ഥലം ഇഷ്ടം പോലെയുണ്ട്, പക്ഷെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഫ്രാഗ്മെന്റേഷൻ എന്ന പ്രശ്നത്തെ മറികടക്കാൻ, അല്ലെങ്കിൽ ഈ ഗെയിം നന്നായി കളിക്കാൻ, നമ്മുടെ OSന്റെ കയ്യിൽ 3 പ്രധാന തന്ത്രങ്ങളുണ്ട്. നമുക്ക് ഈ തന്ത്രങ്ങളെ 3 വ്യത്യസ്ത കളിക്കാരായിട്ട് തന്നെ പരിചയപ്പെടാം. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ്. വരുന്നു നമ്മുടെ ആദ്യത്തെ കളിക്കാരൻ, ഫസ്റ്റ് ഫിറ്റ്. പേര് പോലെ തന്നെ ഇവനൊരു ക്ഷമയില്ലാത്ത ആളാണ്. മെമ്മറി ഇങ്ങനെ തുടക്കം മുതൽ സ്കാൻ ചെയ്തു വരും. പ്രോഗ്രാമിന് കൊള്ളാവുന്നൊരു ഹോള് കണ്ടോ, കഴിഞ്ഞു, അപ്പം തന്നെ അതിനെ അവിടെ കൊണ്ടുപോയി വയ്ക്കും. അത് ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണോ, വേറെ നല്ല ഓപ്ഷൻ ഉണ്ടോ എന്നൊന്നും നോക്കാൻ നിൽക്കില്ല. സ്പീഡ്, അത് മാത്രമാണ് ഇവന്റെ ലക്ഷ്യം. ഇനി അടുത്ത ആളെ കാണാം, ബെസ്റ്റ് ഫിറ്റ്. ഇദ്ദേഹം ഒരു പെർഫെക്ഷനിസ്റ്റാണ്. ലഭ്യമായ എല്ലാ ഹോളുകളും ഒന്നൊഴിയാതെ ഇയാൾ അരിച്ചുപെറുക്കി നോക്കും. എന്നിട്ട് പ്രോഗ്രാമിനെ ഏറ്റവും ടൈറ്റ് ഫിറ്റായിട്ടുള്ള, അതായത് വെച്ചു കഴിഞ്ഞാൽ ഏറ്റവും കുറച്ച് സ്ഥലം മാത്രം ബാക്കി വരുന്ന ഹോൾ ഏതാണോ അത് കണ്ടുപിടിച്ച് അവിടെ വയ്ക്കും. ഒരു തരി സ്ഥലം പോലും വെറുതെ കളയാൻ സമ്മതിക്കില്ല. അതാണ് പോളിസി. നമ്മുടെ മൂന്നാമത്തെ കളിക്കാരനാണ് വേസ്റ്റ് ഫിറ്റ്. പേര് കേട്ടിട്ട് ഇത് മോശമാണെന്ന് കരുതരുത്. ഇതൊരു സ്ട്രാറ്റജിക് കളിക്കാരനാണ്. ഇവനും ബെസ്റ്റ് ഫിറ്റിനെ പോലെ എല്ലാ ഹോളുകളും നോക്കും. പക്ഷെ തിരഞ്ഞെടുക്കുന്നത് നേരെ തിരിച്ചാണ്. ഏറ്റവും വലിയ ഹോൾ ഏതാണോ അവിടെ കൊണ്ടുപോയി പ്രോഗ്രാമിനെ വയ്ക്കും. എന്തിനാണെന്നല്ലേ? ആ പ്രോഗ്രാമിനെ വെച്ച ശേഷവും അവിടെ വലിയൊരു ഒഴിഞ്ഞ സ്ഥലം ബാക്കിയുണ്ടാവും. അപ്പോൾ ഭാവിയിലൊരു വലിയ പ്രോഗ്രാം വന്നാൽ അവർക്ക് ഉപയോഗിക്കാമല്ലോ. അതാണ് ഐഡിയ. അപ്പോൾ ഈ 3 കളിക്കാരിൽ ഫസ്റ്റ് ഫിറ്റ്, ബെസ്റ്റ് ഫിറ്റ്, വേസ്റ്റ് ഫിറ്റ്, ആരാണ് ശരിക്കും കളി ജയിക്കുന്നത്? അതിന്റെ ഉത്തരം അത്ര സിമ്പിളല്ല. കാരണം നമ്മൾ എന്തിനാണ് കൂടുതൽ മാർക്ക് കൊടുക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നത്. വേഗതയ്ക്കാണോ, അതോ മെമ്മറി ഒട്ടും പാഴാക്കാത്തതിനോ? വാ, നമുക്കിവരുടെ ഒരു ഷോ ഡൗൺ തന്നെ കാണാം. വേഗതയുടെ കാര്യം നോക്കിയാൽ ഒരു സംശയവുമില്ല, ഫസ്റ്റ് ഫിറ്റാണ് വിജയി. കാരണം സിമ്പിളാണ്. അതിനു പറ്റിയൊരു സ്ഥലം കിട്ടിയാൽ മതി, തെരച്ചിൽ അപ്പത്തന്നെ നിർത്തും, അടുത്ത പണിക്ക് പോവും. പക്ഷേ നമ്മുടെ ബെസ്റ്റ് ഫിറ്റും വേസ്റ്റ് ഫിറ്റും അങ്ങനെയല്ല. ഓരോ പ്രോഗ്രാം വരുമ്പോഴും മെമ്മറി മുഴുവൻ സ്കാൻ ചെയ്യണം, തുടക്കം മുതൽ ഒടുക്കം വരെ. അത് സ്വാഭാവികമായും സമയമെടുക്കുമല്ലേ? ഇനി മെമ്മറി വേസ്റ്റിന്റെ കാര്യം നോക്കാം. ബെസ്റ്റ് ഫിറ്റ് ഏറ്റവും ടൈറ്റ് ഫിറ്റ് അല്ലേ നോക്കുന്നത്. അപ്പോൾ ബാക്കി വരുന്നത് തീരെ ചെറിയ ഹോളുകളായിരിക്കും. അത് മിക്കവാറും പിന്നെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. വേസ്റ്റ് ഫിറ്റോ, അത് വലിയ ഹോളുകൾ ബാക്കി വയ്ക്കും. അത് ഭാവിയിൽ ഉപകാരപ്പെട്ടേക്കാം. ഫസ്റ്റ് ഫിറ്റിന്റെ കാര്യം പ്രവചിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ചെറുതാകാം, ചിലപ്പോൾ വലുതാകാം. അപ്പോൾ തിയറിയൊക്കെ കൊള്ളാം. പക്ഷേ ശരിക്കും കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുമ്പോൾ റിയൽ വേൾഡ് സിറ്റുവേഷനുകളിൽ ആരാണ് യഥാർത്ഥ വിജയി? സിമുലേഷനുകളിൽ നിന്നും കിട്ടിയ ഫലങ്ങൾ ചിലപ്പോൾ നമ്മളെ ഞെട്ടിക്കും. നമുക്ക് നോക്കാം. പല പഠനങ്ങളും സിമുലേഷനുകളും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ വേസ്റ്റ് ഫിറ്റ് എന്ന ഐഡിയ കേൾക്കാൻ കൊള്ളാമെങ്കിലും പ്രായോഗികമായി അത് കൂടുതൽ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ ഫസ്റ്റ് ഫിറ്റും ബെസ്റ്റ് ഫിറ്റും മെമ്മറി പാഴാക്കുന്നത് തടയുന്നതിൽ ഏകദേശം ഒപ്പത്തിനൊപ്പമാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ വേഗതയുടെ കാര്യത്തിൽ ഫസ്റ്റ് ഫിറ്റ് ബഹുദൂരം മുന്നിലാണ്. ഈ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയ പ്രശ്നമല്ലട്ടോ. സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ചില ഗുരുതരമായ സാഹചര്യങ്ങളിൽ നമ്മുടെ കമ്പ്യൂട്ടറിലെ 1/3 മെമ്മറി വരെ ഉപയോഗശൂന്യമായി കിടക്കും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ പണം കൊടുത്തു വാങ്ങിയ മെമ്മറിയുടെ വലിയൊരു ഭാഗം വെറുതെ കിടക്കുന്നു. എത്ര വലിയ നഷ്ടമാണത്? അപ്പോൾ നമുക്ക് ഫൈനൽ സ്കോർ നോക്കാം. വേഗതയുടെ രാജാവ്, ഒരു സംശയവും വേണ്ട, അത് ഫസ്റ്റ് ഫിറ്റ് തന്നെയാണ്. മെമ്മറി പാഴാക്കുന്നതിൽ മുൻപൻ നമ്മൾ വിചാരിച്ചതിന് വിപരീതമായി വേസ്റ്റ് ഫിറ്റാണ് പലപ്പോഴും കൂടുതൽ ഫ്രാഗ്മെന്റേഷന് കാരണമാകുന്നത്. അതുകൊണ്ട് പ്രായോഗികമായി ആരാണ് വിജയി? ഫസ്റ്റ് ഫിറ്റും ബെസ്റ്റ് ഫിറ്റും മെമ്മറി മാനേജ്മെന്റിൽ നല്ലതാണെങ്കിലും ഫസ്റ്റ് ഫിറ്റിന്റെ ആ വേഗതയിലെ അത് അതിനെ ഒരു പടി മുന്നിൽ നിർത്തുന്നു.
ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വലിയ ചോദ്യം വരും അല്ലേ? എല്ലാത്തിലും പെർഫെക്ഷൻ തേടി സമയം കളയുന്നതാണോ നല്ലത്, അതോ ഏകദേശം ശരിയാണ് പക്ഷെ വളരെ വേഗതയുണ്ട് എന്ന് പറയുന്നൊരു സൊല്യൂഷനാണോ ഈ ഫാസ്റ്റ് പേസ്ഡ് ഡിജിറ്റൽ ലോകത്ത് കൂടുതൽ നല്ലത്? ടെക്നോളജിയിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലും ഈ ചോദ്യത്തിന്റെ പ്രസക്തിയില്ലേ? ചിന്തിച്ചു നോക്കൂ.